അമ്മയും മകനും നടരാജൻ വാസവി. എല്ലാം അറിയുന്നവനാണ് ഈ ഗുരുജി. മരിച്ചുപോയ അമ്മാവന്റെ ആത്മാവിനെ വരുത്തി കുഴിച്ചിട്ട നിധിയുടെ രഹസ്യങ്ങൾ അറിയണം. അതല്ലേ ആഗമന ഉദ്ദേശം. ഓം അഖണ്ഡ പ്രചണ്ഡ പ്രചൂര പ്രഭാത പ്രദോഷ വിസ്മയ സുസ്മേരവദന. ഓം ദക്ഷിണായ നമഃ. സമർപ്പയാമി. വൈസസ്യ പോരസ്യ ധനസ്യാമി ശൂന്യസ്യ. ഇതുകൊണ്ട് മിന്നിച്ചേക്കണേ. അദ്ദേഹത്തിന്റെ ആത്മാവിന് ഞാൻ എന്റെ ശരീരം നൽകാൻ പോകുന്നേ. ഓം ഹ്രീം ക്ലീം ആഗച്ഛ 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 ആഗച്ഛ. അച്ഛനല്ല അമ്മാവൻ. അമ്മാവനാഗച്ഛ. ഓം. അമ്മാവന്റെ ആത്മാവ് ഉടനെ എത്തും. ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ ശരീരത്തിൽ കയറാൻ പോവുകയാണ്. ആഗച്ഛ ആഗച്ഛ. ഇതെത്തിക്കഴിഞ്ഞോ? വന്നോ? അവിടെ ഈ ആത്മാവ് അപകടകാരിയാണ്. വളരെ സൂക്ഷിച്ചു വേണം സംസാരിക്കാൻ. തെക്കുംകൂർ ദേശത്താവണിക്കുന്നിൽ നീലകണ്ഠൻ മകൻ ശേഖരപിള്ള. എന്തുട്ടാ കന്നാലി നടരാജ? അമ്മാവൻ അമ്മാവന് സുഖാണോ? എന്തൊട്ടടാ കന്നാലി പറയണ സുഖ? ഈ ജന്മത്ത് അമ്മാവനായിട്ട് സംസാരിക്കാൻ കഴിയൂന്ന് കരുതിയതല്ല. പിന്നെ ഗുരുജി പറഞ്ഞതുപോലെ ബുഹാരിന്നെല്ലാം വാങ്ങിയിട്ടുണ്ട്. ചിക്കൻ, മട്ടൻ, ചാപ്സ്, പിന്നെ ദേ ചാരായോ, ഒഴിച്ചടിക്കാൻ ഗ്ലാസും. സൂപ്പർ സാധനല്ലേ? ജീവിച്ചിരിക്കുമ്പോ പച്ചവെള്ളം തന്നില്ലെങ്കിലും ഇപ്പൊ തന്നില്ലോ. അതായിരുന്നല്ലോ സ്വഭാവം. ചിക്കൻ. അയ്യോ, വലിയേട്ടൻ ചിക്കൻ കഴിക്കില്ലായിരുന്നു. എന്തുട്ടടി കൊടുക്കാത്ത സംശയം? എളിശാവിയെ അവിടത്തെ എല്ലാം കഴിച്ചു. അതാണ് സെറ്റപ്പ്. മോനെ, വലിയേട്ടന് ഒരു ഗ്ലാസ് അടിച്ച ചിരിക്കും. അടുത്ത് ഇനി കറി. പിന്നെ വൈകുണ്ടാവും. സൂക്ഷിക്കണം മോനെ. എന്തിട്ടടിയോട് അടക്കം പറച്ചില്ലേ? എന്നാലും എന്റെ പെങ്ങളും മോനെ ഇപ്പോഴെങ്കിലും ഓർത്തുല്ലോ. അത് മതിയുടെ കണ്ണാണ്. അയ്യോ, വലിയേട്ടൻ കരയാൻ തുടങ്ങി. നിനക്കിപ്പോ കഷ്ടപ്പാടാ. എന്നോട്ട് കഷ്ടപ്പാട്. എന്റെ മോളെ കെട്ടിക്കാൻ ഓടിയടക്ക. നിന്റെ കിടാങ്ങൾക്ക് സുഖമാണ്. എടാ ശാവിയെ, നാട്ടുകാർക്ക് പണം പലിശക്ക് കൊടുക്കുന്നത് ശരിയല്ലട്ടാ. നിനക്കൊക്കെ സൂക്ഷിച്ചിരിക്കാൻ നമ്മുടെ അപ്പനപ്പന്മാര് നിധിയാ വിളിച്ചിരിക്കണേ. ഞാൻ മരിക്കണതിന് മുമ്പ് നിന്നോട് പറയണമെന്നുണ്ടായിരുന്നു. ജീവിച്ചിരിക്കുമ്പോ നീ നിന്റെ കെട്ടിയവന് ലേശം കഞ്ഞോളം തന്നിരുന്നെങ്കിൽ. മതി മോളെ മതി. നിന്റെ ചിക്കൻ ടേസ്റ്റ് ചെയ്തിട്ട് എനിക്ക് കരച്ചിലടക്കാൻ കഴിയില്ലട്ടാ. അമ്മാവനെ മൂന്നാമത്തെ അങ്ങോട്ട് പിടിപ്പിക്കും. എന്നിട്ട് ഇവിടെ നിധി കുടിച്ചിട്ടേക്കണേന്ന്. അമ്മാവ പറ, ആ നിധി എവിടെയെന്ന് വേഗം പറ. എന്തുമാത്രം കഷ്ടപ്പെട്ട ഞങ്ങളിവിടെ യാത്ര ചെയ്ത് എത്തിയെന്ന് അറിയാമോ? എന്തുട്ടട കന്നാലിയെ നിനക്ക് ഇത്രമാത്രം ആക്രാന്തം? ഞാനിവിടെ ഉണ്ടോ ഉറങ്ങിയോന്ന് അന്വേഷിച്ചോടെ സഭയെ. അമ്മാവ അവിടെ ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ. പോണ പന്നിയെ പോണോ എന്റെ അമ്മുമ്മയുടെ നിധി. നീ ആരുടെ കന്നാലി? അമ്മാവ വേഷം കെട്ടെടുത്ത കുത്തി മറത്തോടെ ശബിയെ. പണ്ടച്ചോർത്തി പോട്ടിക്കലുണ്ടാക്കി തിന്നൂടാ ഞാൻ. പൊക്കോന്റെ മുന്നിൽ നിന്ന്. അമ്മാവന് കലിപ്പായി. ഇനി രക്ഷയില്ല. അപ്പോഴേ ഞാൻ നിന്നോട് പറഞ്ഞതാ, വീണ്ടും കൊടുക്കണ്ടെന്ന്. 3 എണ്ണം കഴിച്ചാ അന്ന് ഇന്ന് ഒരു വെറുതെ കടിയിരിക്കുന്നോടത്ത് കൈ കൊണ്ടാ കൊടുത്തേ. കടിച്ചതുകൊണ്ടാ ഒരു ഉപ്പ് രസം. ആശാന്റെ വയലന്റ് ആക്ടിങ് കണ്ടപ്പോ ഞാൻ വിചാരിച്ചതെല്ലാം നശിപ്പിച്ചെന്ന്. ഞാനോ? എന്നെ അവോയ്ഡ് ചെയ്ത് ഒറ്റയ്ക്ക് ഇതെല്ലാം കൂടെ വാരി മിണുങ്ങാന്ന് വിചാരിച്ചല്ലേ? ഞാനോ? എടാ, അവര് പലിശയ്ക്ക് പണം കൊടുത്ത് നാട്ടുകാരെ പറ്റിക്കുന്നു. നമ്മൾ ആത്മാവിനെ കാട്ടി അവരെ പറ്റിക്കുന്നു. ഒരു സുഡോളിഫിക്കേഷൻ. പരസ്പര സഹായ സഹകരണ സംഘം. ആത്മാക്കളെ പേരില്ല നമ്മളിപ്പോ ജീവിക്കുന്നത്. സൂക്ഷിച്ചോ. ആത്മാവ് മാങ്ങാപ്പൊലി. എന്നെങ്കിലും നേരിട്ട് കാണുമ്പോഴായിരിക്കും ആശാന്റെ കളസം കീഴുന്നത്. ഭയപ്പെടുത്താ.
ആരാച്ചാരാണോ പോയി നോക്ക്. ആയാലോട്ട് സമ്മതിക്കില്ല. തീർക്കല്ലേ, ഇറച്ചിയെങ്കിലും വച്ചേക്കണം. കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു. പണ്ടാരോടൊക്കെ മറന്നുപോയല്ലോ. ലോക സംസ്ഥ സുഖിനോ ഭവന്തു. അമ്മേ ശരണം. അവിടെ ഇരിക്ക. ആശാനെ, ആ പിള്ളാരാ. പിള്ളേര്? ഏത് പിള്ളേര്? ആ പടം പിടിക്കുന്ന ഏവന്മാർക്ക് കുറെ പണിയൊന്നുമില്ല. പരേതാത്മാക്കളെ കുറിച്ച് പടം പിടിക്കാൻ നടക്കും മണ്ടന്മാര്. വല്ലതും തടയും? 4 പേരുണ്ട്, 2 ആണും 2 പെണ്ണും. പുറത്തിരിക്കുക. ആ എഴുന്നേറ്റ് വരി. ഒന്ന് എഴുന്നേറ്റ് വാ ആശാനെ. ഗുരുജി വരൂ ഗുരുജി. ഗുരുജി ചെറിയ ചിക്കന്റെ പൊടിയിരിക്കണം. തുപ്പ് നന്നായി. ഓം ഭൂതസ്യ ഭൂതസ്യ നിർവാണ നിർവാണ. നമസ്കാരം. പടം പിടിപ്പൊക്കെ കഴിഞ്ഞു അല്ലേ? കഴിഞ്ഞില്ല, ഒരു സംശയം ഉണ്ടായിരുന്നു. എന്താ സംശയം? അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി അതിനുള്ളിൽ ഇരുത്തി എല്ലാ സംശയങ്ങളും ഗുരുജി തീർത്ത് തരും. കഴിഞ്ഞ ദിവസം ഒരു പണ്ഡിതൻ ഋഗ്വേദത്തിലെ ഒരു ശ്ലോകത്തിന്റെ അർത്ഥം നമ്മളോട് ചോദിച്ചു. ഈസി ആയിട്ട് അറിയില്ല എന്ന് പറഞ്ഞു. തീർത്തു കൊടുത്തു. ഗുരുജി, ശിലകൾക്ക് ആത്മാവുണ്ടോ ഇല്ലയോ എന്നതാണ് ഞങ്ങളുടെ സബ്ജക്ട്. ഗുരുജി ആത്മാക്കളുമായി സംസാരിക്കുന്ന ആളാണല്ലോ. ആത്മാക്കളുമായി എങ്ങനെയാണ് സംസാരിക്കുന്നത്? രണ്ടെണ്ണം അടിച്ചോണ്ട് ക്ലീൻ ആയിട്ട് സംസാരിച്ചു. പഞ്ചേന്ദ്രിയങ്ങൾ ഒരു ബിന്ദുവിൽ ഏകാഗ്രമായി സന്നിവേശിപ്പിച്ച് ഋഗ് യജുർ സാം അഥർവ വേദങ്ങളിലെ മന്ത്രങ്ങൾ ഉരുവിടുക. അങ്ങനെ ഉരുവിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആളിന്റെ ആത്മാവിനെ പ്രത്യക്ഷപ്പെടുത്താം. നിർവിശേഷാണാം വിശേഷാണാം അശേഷാണാം കണാഗുണസ്യ വാജീകരണ സ്മൃതാം ഗ്രീം. പരിഹാസമടി വേണ്ടസ്യ. എന്താ നിശാന്ത്, ആത്മാവ് മണ്ണാങ്കട്ടെ, നീ ഒന്നും മിണ്ടായിരിക്കും. ആത്മാക്കളുമായി സംസാരിക്കുന്ന ഗുരുജിക്ക് ഈ പുനർജന്മത്തിലൊക്കെ വിശ്വാസം ഉണ്ടാവോ? ഉണ്ടോന്ന്? വസ്ത്രങ്ങൾ മാറുന്ന പോലെയല്ലേ ആത്മാക്കൾ ശരീരങ്ങൾ മാറുന്നത്? ശരീരം നശ്വരവും ആത്മാവ് അനശ്വരവുമാണ് കുഞ്ഞേ. കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ വെണ്ടർ ഡാനിയൽ, ഈ ജന്മത്തിൽ ഗുരുജി, അടുത്ത ജന്മത്തിൽ പട്ടിയാകുമെന്നാണോ? കഴിഞ്ഞ ജന്മം പട്ടിയായിരുന്നു നിനക്ക്, ഈ ജന്മം മനുഷ്യരൂപം തന്നത് സത്കർമ്മങ്ങൾ ചെയ്യാൻ. പക്ഷെ നിന്റെ കർമ്മദോഷം കൊണ്ട് നീ അടുത്ത ജന്മവും ഒരു പട്ടിയായി തീരും. ഒരു ചൊറിക്കൊടിക്ക് പട്ടി. അതൊക്കെ ചാപ്പാടടിക്കാ. 2 റമ്മു മറക്കണ്ട. എന്തിനാ നല്ല വിളിച്ചത്? കാലന് വിളക്കും കൊളുത്തി കാത്തിരിക്കുന്ന അങ്ങേരോടാണ് അവിടെ ഇവിടെ എന്നൊക്കെ പറയുന്നത്. രക്ഷിക്കണം. ഇന്നലെ രാത്രി ഞാൻ ശക്തികളോടുള്ള കളി ഞാൻ മതിയാക്കി. ആത്മാവെന്നാ ഉദ്ദേശിച്ചത്? ഇല്ല. ഇനി 1,00,000 രൂപ തന്നാലും ഞാനില്ല. കളി മതിയായി. എടാ, എന്നെ ആശുപത്രി കൊണ്ടുപോടാ, എനിക്ക് തീരെ മേലുണ്ടായി. എന്നാ ഫോൺ ചെയ്ത് ആത്മാവിനെ വർത്തിക്കട്ടെ. ആംബുലൻസ് വർത്തിക്കട്ടെ. ആംബുലൻസ് എടുത്തോണ്ട് പോയ കാര്യം. ഈ മുറി നിറയെ ആത്മാക്കളാണ്. അവിടെ ഒരു ആത്മാവ്, ഇവിടെ ഒരു ആത്മാവ്, ഇവിടെ ഒരു ആത്മാവ്. ആത്മാവെ കളിക്കരുത്, കളി ഞാൻ പഠിപ്പിക്കും. എല്ലാ ആത്മാക്കളും കൂടി വാ. ഇതിനുള്ളം പറയേ ശരണം. ഇനി മുടിയൊക്കെ വെട്ടിച്ച് അടിച്ചനച്ച് കുളിപ്പിച്ച് മനുഷ്യ കോലമാക്കണം. കണ്ടാ പേടി. അവിടെ എന്നാണ് തോന്നുന്നത്. തീർന്നില്ലേ? പറഞ്ഞു. വരൂ. ഇവിടെ ഇരിക്കാം. ഇതിലാരാ പേഷ്യന്റ്? ഡോക്ടറെ, എന്റെ ആശാന് വട്ടായി. ഏതാശാൻ? ഇതാണ് എന്റെ എരുമ ആശാൻ. അല്ല, അരുമ ആശാൻ. വാട്ട് ഹാപ്പൻഡ്? ഇയാള് പ്രേതമാണ്. ആശാന്റെ പേരെന്താ? സദ്ദാം ഹുസൈൻ. അല്ല, കൊട്ടിയ ഗംഗനാഥൻ. 2 അടിച്ചു കഴിഞ്ഞാൽ ഏത് ആത്മാക്കളുമായിട്ടും സംസാരിക്കും. കൊള്ളാമല്ലോ. എനിക്കൊന്ന് ആത്മാവുമായി സംസാരിക്കാൻ പറ്റുമോ? പിന്നെ
ആശാൻ ഭഗവത്ഗീത വായിച്ചിട്ടുണ്ടോ? എവിടെ? വസംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാനി അന്യാനി സംയാതി നവാനി ദേഹി. ഇതായിരിക്കും യഥാർത്ഥ സംസ്കൃതം. വസ്ത്രം പഴകുമ്പോൾ നമ്മൾ ഉപേക്ഷിക്കുന്നത് പോലെയാണ് ശരീരം ജീർണിക്കുമ്പോൾ ആത്മാവ് അതിനെ ഉപേക്ഷിക്കുന്നത്. ഡോണ്ട് വറി, ഒരു ഷോക്ക് ട്രീറ്റ്മെന്റിൽ തന്നെ തുടങ്ങാം. ഡോക്ടറെ എനിക്കല്ല പ്രാദേവനാ. ഭ്രാന്ത് രണ്ടു തരത്തിലാ. ചിലര് വയലന്റ് ആകും, മറ്റു ചിലര് സൈലന്റ് ആകും. ഇതിൽ ആർക്കാ ഭ്രാന്ത്? നിങ്ങൾക്കാ പ്രാന്ത്. ഓ, വേണ്ട ഏർപ്പാടുണ്ടാക്കി തരാം. രണ്ടുപേരെയും സെല്ലിലേക്ക് മാറ്റി ട്രീറ്റ്മെന്റ് തുടങ്ങാം. എവിടെ ആയിരുന്നാലും ഞങ്ങൾ ഒരുമിച്ച് താമസം ഒരുമിച്ച് തന്നെ ആവാം, ഒരു വിരോധവും ഇല്ല.